രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഹിന്ദുക്കള് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മള് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, ഇത് മിക്കവർക്കും അറിയാവുന്നതാണ്, അതിന്റെ പൊരുൾ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ രണ്ട് കൈകളിലേക്കും നോക്കുക. നമ്മുടെ രണ്ട് കൈകളിലേക്കും നോക്കിയിട്ട് പറയണം. അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. അതായത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിയെയും സരസ്വതിയെയും പാർവതി ദേവിയെയും സ്മരിച്ചുകൊണ്ട് വേണം എഴുന്നേക്കാൻ. അതായത് ദേവി സ്മരണയിൽ വേണം എഴുന്നേക്കാൻ. ദേവി സ്മരണയിൽ എഴുന്നേറ്റാൽ അന്ന് മുഴുവനും ഐശ്വര്യമാകും. ഈ ദേവി കൈകൾ നോക്കുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന ഒന്നാണ് കയ്യ്. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഈ കൈകൾ ശുദ്ധമാണ്. അഴിമതി കാണിക്കുന്ന രാഷ്ട്രീയക്കാരൻ പറയുന്നത് ഈ കാലുകൾ ശുദ്ധമാണെന്നല്ലല്ലോ, അല്ലെ? എന്താ അവര് പറയുന്നത്? ഈ കൈകൾ രണ്ടും ശുദ്ധമാണ്. ചിലരോട് നമ്മൾ പറയും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ ഈ കൈക്ക് ഒരു അമിത പ്രാധാന്യമുണ്ട്. കൈ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഈ കയ്യിൽ ഉറക്കം എഴുന്നേറ്റാൽ ഉടൻ തന്നെ നിങ്ങൾ ദേവിയുടെ 3 രൂപത്തെയും ആദി പരാശക്തിയുടെ 3 രൂപത്തെയും നിങ്ങൾ ധ്യാനിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാധാറാണിയുടെ 3 രൂപത്തെ ധ്യാനിക്കുകയാണ്. അപ്പൊ രാധാറാണിയെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതിനുശേഷം ഭൂമിയെ തൊട്ട് നമ്മളിങ്ങനെ ശിരസിൽ വെച്ചിട്ട് തൊഴണം. അതൊക്കെ എന്തിനാന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ജപിക്കേണ്ട മന്ത്രം: സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അതായത്, അല്ലയോ ഭൂമിദേവി, നമ്മൾ പാദം കൊണ്ട് ചവിട്ടുന്നു, അതിന് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കോപഭാവങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ശമിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കോപമോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴേ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ആരോട് എന്ത് തെറ്റ് ചെയ്താലും അപ്പോഴേ ക്ഷമ ചോദിക്കണം. ഇങ്ങനെ ദിവസേനെ ക്ഷമ ചോദിച്ച് ശീലിക്കുന്നവന് ഒരിക്കലും ആരുമായും വഴക്കു കൂടേണ്ടതായിട്ട് വരില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ ശാസ്ത്രം. പല്ല് തേക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ പറയണം: ക്ലീം കാമദേവായ നമ, സർവജനപ്രിയായ നമ. അപ്പൊ ഒരു കാര്യം, ഈ മന്ത്രങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കും കേട്ടോ. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമ്പ്യൂട്ടർ സെന്ററിൽ കൊടുത്താൽ നിങ്ങൾക്ക് അവർ ഒറിജിനൽ ഇത് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് ഓക്കെ: ക്ലീം കാമദേവായ നമ, സർവജനപ്രിയായ നമ. പല്ല് തേക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ കാമദേവനെയാണ് സ്മരിക്കുന്നത്. സർവജനപ്രിയായ. ഓർമ്മിക്കുക, മനുഷ്യന് ഏറ്റവും ശുദ്ധിയായിരിക്കേണ്ട ഒന്നാണ് വാ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? വായ്ക്കകത്തുള്ള ഓരോ അവയവത്തിനും പ്രാധാന്യമുണ്ട്. പല്ലായാലും ശരി, നാക്കായാലും ശരി, നമുക്ക് ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ നിർണയിക്കുന്നത് ഈ വായ്ക്കകത്തിരിക്കുന്ന അവയവങ്ങളാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കത് പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു അല്പം വെള്ളമെടുത്ത് കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ നന്നതാണ്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. എന്നിട്ട് ആ വെള്ളം ഒരല്പം ഇതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ തീർത്ഥമായി മാറി. പിന്നെ നമ്മൾ തുളസി ചെടി, തുളസിക്ക് വലത്ത് വെക്കണം. തുളസിക്ക് 3 വലത്താണ് വെക്കേണ്ടത്. തുളസിക്ക് വലത്ത് വെക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയാണ്. ഇതെല്ലാം ഇതിനകത്ത് വീഡിയോയിൽ എഴുതിയിട്ടുണ്ട്. പ്രസീത തുളസീ ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭൂതേ തുളസി ത്വം നമാമ്യഹം. അതുപോലെ ഏതൊരു ഹിന്ദുവും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ തുളസി ചെടി എന്ന് പറയുമ്പോൾ ചെടികളെ വരെ നമ്മൾ ആരാധിക്കും. അങ്ങനെയാണ്, അവർക്ക് വരെ നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഹരിർദാദാഹ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹരിർദാദാ ഹരിർഭോക്ത
ഹരിരന്നം പ്രജാപതി ഹരിർവിപ്രശരീരസ്തു ഭുജന്തേ ഭോജയതേ ഹരി. ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ഈ പ്രാർത്ഥന? ചില സമയത്ത് നമ്മളങ്ങ് വിശന്ന് കുഴഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ അന്നം കാണുമ്പം വെപ്രാളത്തെ ഉരുട്ടി തിന്നും തൊണ്ടയ്ക്കകത്തും ശ്വാസകോശത്തിലും ഒക്കെ കയറും. നമ്മൾ കണ്ടില്ലേ, നമ്മൾ വായിച്ചില്ലേ, പത്തിരി പിന്നെ തൊണ്ടയ്ക്കകത്ത് കുടുങ്ങി ചത്തുപോയെന്നും അല്ലെങ്കിൽ തിന്നോണ്ടിരുന്ന പത്തിരി ശ്വാസകോശത്തിൽ കുടുങ്ങി ചത്തുപോയെന്നും. ഈ അതേസമയം ഭക്ഷണം അടുക്കൽ വെച്ചിട്ട് അല്പനേരം മന്ത്രം ജപിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. ഇത് ക്രിസ്ത്യൻസിനുണ്ട്. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയണം എന്താണ്? അമൃതാഭിധാനമസ്തി അന്നദാതാ സുഖീ ഭവ. മനസ്സിലായില്ലേ? ആ അന്നം നമുക്ക് തന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നന്ദി പറയുന്നു. അതേ കണക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ദീപം 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 സന്ധ്യക്ക് സന്ധ്യാദീപം കാണിക്കുമ്പോൾ നമ്മൾ പറയേണ്ട മന്ത്രമുണ്ട്. ശുഭം കരോത് കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമാം. അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തില് ഉറങ്ങാനായിട്ട് കട്ടിലിൽ ചെന്ന് കിടക്കുമ്പം നമ്മൾ പറയണം അച്യുതായ നമ, അനന്തായ നമ, വാസുകയേ നമ, ചിത്രഗുപ്തായ നമ, വിഷ്ണവേ നമ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടദേവന്റെയോ ദേവിയുടെയോ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം നമ്മൾ ക്ഷമാപരാധം ചെയ്യണം. അന്നത്തെ ദിവസം ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം. അതിന്റെ മന്ത്രം ഇതാണ്: കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതം അവിഹിതം വാ സർവമേ തത്ക്ഷമസ്വാം ശിവ ശിവ കരുണാബ്ദോ ശ്രീ മഹാദേവ ശംഭോ. അങ്ങനെ ക്ഷമാപരാധം ചെയ്തിട്ട് ഉറങ്ങണം. പിന്നെ എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോൾ 2-3 മന്ത്രമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് എളുപ്പമുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഇതുപോലെ ഇനി ഹിന്ദുക്കള് ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കണം, നമ്മൾ ചന്ദനം ധരിക്കേണ്ടപ്പോൾ ഉള്ള മന്ത്രം, ഭസ്മം എങ്ങനെ ധരിക്കണം, ചന്ദനം എങ്ങനെയാണ് ധരിക്കേണ്ടത്, അപ്പോഴുള്ള മന്ത്രം ഏതാണ്, അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ വീഡിയോ ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആചാരപ്രകാരം ജീവിക്കുക, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. അപ്പോൾ ഇതിനുശേഷം നമ്മൾ ക്ഷമാപരാധം ചെയ്യണം. അന്നത്തെ ദിവസം ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം. അതിന്റെ മന്ത്രം ഇതാണ്: കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതം അവിഹിതം വാ സർവമേ തത്ക്ഷമസ്വാം ശിവ ശിവ കരുണാബ്ദോ ശ്രീ മഹാദേവ ശംഭോ. അങ്ങനെ ക്ഷമാപരാധം ചെയ്തിട്ട് ഉറങ്ങണം. പിന്നെ എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോൾ 2-3 മന്ത്രമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് എളുപ്പമുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഇതുപോലെ ഇനി ഹിന്ദുക്കള് ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കണം, നമ്മൾ ചന്ദനം ധരിക്കേണ്ടപ്പോൾ ഉള്ള മന്ത്രം, ഭസ്മം എങ്ങനെ ധരിക്കണം, ചന്ദനം എങ്ങനെയാണ് ധരിക്കേണ്ടത്, അപ്പോഴുള്ള മന്ത്രം ഏതാണ്, അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ വീഡിയോ ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആചാരപ്രകാരം ജീവിക്കുക, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.